വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2026 പുതുവർഷത്തിലേക്ക് എല്ലാവരും കടന്നിട്ടുണ്ടാവുക ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയായിരിക്കും അല്ലേ? കാരണം നമുക്കറിയാം 2026 തുടക്കത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ സ്പാനിഷ് റിച്വൽ അഥവാ 12 ഗ്രേപ്പ് റിച്വൽ എന്ന് പറയുന്നത്. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മുന്തിരി ടേബിളിന്റെ അടിയിലിരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കില്ല, നിങ്ങളുടെ ഡ്രീംസ് യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. അതിനെന്ത് വേണം? ആ വിശ്വാസത്തില് ആ ഡ്രീംസിൽ നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം വേണം. അത് കൂടാതെ അതിന് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ 12 മുന്തിരി കഴിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ എന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനിലുള്ള ടെക്നിക്കാണ്. അതായത് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ, അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കണോ, ഈ 2026 മികച്ചൊരു വർഷമാക്കി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഡ്രീംസിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. എന്നാൽ ഇതില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സക്സസ് ആവില്ല. നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡ്രീംസിനെ യാഥാർത്ഥ്യമാക്കാനും സാധിക്കില്ല. ഇനി എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, സെൽഫ് ലവ് ആണ്. എന്താണ് സെൽഫ് ലവ്? അവനവനെ സ്നേഹിക്കുക. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമ്മൾക്ക് എന്ത് വേണം എന്നുള്ള ബോധ്യം ഉണ്ടാവുള്ളൂ. ആൻഡ് ആ ക്ലാരിറ്റി, അതായത് എന്ത് വേണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. എന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഡ്രീംസിനെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റുള്ളൂ. പലപ്പോഴും മാനിഫെസ്റ്റേഷൻ തെറ്റാണ്, ശരിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവില്ല? ഈ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടുന്ന് തുടങ്ങണം? എല്ലാവർക്കും ഉള്ള സംശയമാണ്. മാനിഫെസ്റ്റ് ചെയ്യണം. എന്താ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ആൻഡ് ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ എഴുതേണ്ടത്, മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്, റൈറ്റ്? പക്ഷെ ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സെൽഫ് ലവിലാണ്. നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. അവനവനെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് എന്നെ ഹാപ്പി ആക്കുന്നത്, എനിക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഈ ബോധ്യത്തിൽ നിന്ന് എന്തുണ്ടാവും എന്നറിയോ? അതിനെയാണ് നമ്മൾ പറയുക ക്ലാരിറ്റി. നമുക്ക് എന്തുണ്ടാവും? ഒരു വിഷൻ ക്ലാരിറ്റി ഉണ്ടാവും. ഈ വിഷൻ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് അവിടെ സംഭവിച്ചു? നമ്മുടെ ബ്രെയിനിൽ ഒരു GPS തെളിഞ്ഞു വരികയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷമാണ് ഈ മാനിഫെസ്റ്റേഷൻ, ഈ വിഷൻ ബോർഡ്, ഈ പറയുന്ന 12 ഗ്രേപ്പ് റിച്വൽസ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതൊക്കെ റിയൽ ആയിട്ട് വർക്ക് ആവുന്നത്. കാരണം ഈ പറയുന്ന 12 ഗ്രേപ്പ് റിച്വൽ ആണെങ്കിലും വിഷൻ ബോർഡ് ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും എല്ലാം എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിൻ ഒരു GPS കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എങ്ങോട്ടേക്കാണ് ലക്ഷ്യം എന്ന് നമ്മൾ ബ്രെയിനിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്നവയെല്ലാം. അപ്പം ഇതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? സെൽഫ് ലവ് വേണം. ഈ സെൽഫ് ലവ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതിനുള്ള ടെക്നിക്കാണ് സെൽഫ് കെയർ. സെൽഫ് കെയറിൽ നിന്നാണ് സെൽഫ് ലവിലേക്ക് നമ്മൾ എത്തുന്നത്. ആ സെൽഫ് ലവിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവുന്നു? നമുക്ക് വിഷൻ ക്ലാരിറ്റി ഉണ്ടാവുന്നു. എന്താണ് വേണ്ടത് എന്ന ക്ലാരിറ്റി ഉണ്ടാവുന്നു. ആ ക്ലാരിറ്റിയിൽ നിന്ന് എന്തിലേക്ക് പോവാം? നിങ്ങൾ ഈ പറയുന്ന മാനിഫെസ്റ്റേഷനിലേക്ക് പോവാം. ആ മാനിഫെസ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും. കാരണം ആ മാനിഫെസ്റ്റേഷൻ കറക്റ്റാണ്, നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു എന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. അതായത് ഇപ്പോൾ 12 ഗ്രേപ്പ് റിച്വൽ തന്നെ എടുക്കട്ടെ. അതിലെന്താ പറയുന്നത്? അതിൻ്റെ സയൻസ് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഇരുന്ന് മുന്തിരി കഴിച്ചു എന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന്. കാരണം നമ്മളൊരു വർഷത്തിലേക്ക് കടക്കാൻ നേരത്ത് നമ്മളൊരു 12 ഗ്രേപ്സ് അങ്ങനെ 12 മാസത്തെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷനോട് കൂടി കഴിക്കണമെങ്കിൽ അതിനു മുന്നേ എന്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം? ഈ 12 മാസവും എനിക്ക് എന്ത് വേണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ 12 മാസവും ഓക്കെ, ഇന്ന മാസം എനിക്ക് ഇന്നതാണ് വേണ്ടത്. അപ്പോൾ ഒരു വർഷം 2026 എനിക്ക് എന്തൊക്കെ നേടണം, എനിക്ക് എന്ത് വേണം, ഞാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കുകയാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ മിനിറ്റ് വെച്ച് ഓരോ മുന്തിരി, ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്. അതായത് പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ബ്രെയിൻ ഒരു GPS കൊടുക്കുകയാണ്, എങ്ങോട്ടേക്കാണ് ട്രാക്ക്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത്.
ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വെറുതെ ഒരു സ്വപ്നത്തിന്റെ പേരിൽ മാനിഫെസ്റ്റേഷൻ ഇരിക്കുകയാണെങ്കിൽ ചിന്ത പല വഴിക്ക് പോകും. അത് മാത്രമല്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എങ്ങനെ നടക്കാനാ, ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അപ്പം അതൊരിക്കലും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്തിട്ട് സെൽഫ് ലവ് ഉണ്ടാക്കുകയാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാരിറ്റിയിലെത്തുന്നു, എനിക്ക് എന്താ വേണ്ടതെന്ന്. ഓക്കെ, ആ ക്ലാരിറ്റിയിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വരില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വേണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്, അതിലും വലുതായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. പലപ്പോഴും ഈ സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ എന്താണെന്ന് അറിയോ, വലിയ സ്വപ്നങ്ങൾ കാണാൻ പേടിക്കും. അയ്യോ, എനിക്ക് അതിനൊന്നുമുള്ള അർഹതയില്ല, എനിക്ക് അതിനൊന്നുമുള്ള കഴിവില്ല, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല. ആ തോട്ട് വരുന്നത് സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർക്കാണ്. കാരണം കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ അവർ വെറുതെ മാനിഫെസ്റ്റ് ചെയ്ത് 100 വട്ടമല്ല 1000 വട്ടം എഴുതിയാലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം എഴുതുമ്പോഴൊക്കെ എന്തായിരിക്കും മനസ്സിൽ, ഇതൊക്കെ നടക്കുമോ, എനിക്കിതൊക്കെ കിട്ടുമോ, എങ്ങനെ കിട്ടാനാന്നുള്ള കൺഫ്യൂഷൻ മൈൻഡിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും. അതേസമയം ഈ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, യെസ് യെസ് എനിക്കത് വേണം, എന്തായാലും വേണം, എനിക്ക് എന്തായാലും അത് കിട്ടും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞ ഫീലാണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും പവർഫുൾ മാനിഫെസ്റ്റേഷൻ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പുതുവർഷം 2026 എന്ത് ചെയ്തു തുടങ്ങുക, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ആൻഡ് സെൽഫ് ലവിലേക്ക് എത്തുക. അതുവഴി നിങ്ങളുടെ വിഷൻ ക്ലാരിറ്റിയിലേക്ക് എത്തുക ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുക, ഡ്രീംസ് ഒക്കെ യാഥാർത്ഥ്യമാക്കുക. ആൻഡ് എന്ത് ചെയ്യണം, ഇത് ചെയ്തിട്ട് ഡ്രീംസ് ഒക്കെ യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. കാരണം ദിസ് ഇസ് എ പവർഫുൾ ടെക്നിക്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുക, അത് വർക്കൗട്ട് ആവും. ഓക്കെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ ടൈം ലിമിറ്റ് ഉണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ എപ്പോഴും കമൻറ്റ്സ് നോക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത്, ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.